എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഹലോ ഋഷിക്കുട്ടൻ, ഋഷിക്കുട്ടൻ വന്നല്ലോ. ആർത്തി കാണിക്കണം, ഋഷിക്കുട്ടൻ കാണിച്ചാൽ മതി കേട്ടോ. ഋഷിക്കുട്ടൻ അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 2. അപ്പോൾ ഡേ 2 ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭജന എല്ലാം റെഡിയായി, വിളക്കെല്ലാം കത്തിച്ചു. അത് മാത്രമല്ല പ്രസാദം ഉണ്ടാക്കണം. ഇന്ന് പ്രസാദം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് അമ്മയായിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ധാന്യം ചെറുപയർ പരിപ്പാണ്, ചെറുപയർ പരിപ്പ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് അമ്മ പറഞ്ഞുതരും. പക്ഷെ അതിനു മുമ്പ് ഇന്നത്തെ ദേവി ആണ് ബ്രഹ്മചാരിണിയുടെ കളറ് റെഡാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇന്ന് റെഡാണ് ഇട്ടിരിക്കുന്നത്. അമ്മ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള റെഡ്, ഞാനൊരു റെഡ്, ഋഷിക്കുട്ടൻ ഒരു റെഡ്. ഋഷിക്കുട്ടൻ എന്താ ചെയ്യുന്നേ? ചന്ദനത്തിന് കത്തിക്കുവാണ് എൻ്റെ മുത്ത്. ഗുഡ് ബോയ്. അമ്മ എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരണം എല്ലാവർക്കും. അപ്പോൾ അതിനുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് പറയൂ. അതന്നെ, ഇത് ചെറുപയർ പരിപ്പ്. യെസ്, കഴുകി. ഓക്കെ, ഇത് ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഋഷിക്കുട്ടനാണോ അസിസ്റ്റന്റ് ഷെഫ്? ഋഷിക്കുട്ടനാണോ ഷെഫ്? ഞാൻ പാചകം ചെയ്യുമ്പോഴെല്ലാം വന്നു. അമ്മ അസിസ്റ്റന്റ്, അവൻ ഷെഫ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് നോക്കുന്നത്. ഇതിനി വഴറ്റാൻ പോവാണോ? ഒന്ന് ചൂടാക്കാനോ? ഓക്കെ, ശരി. ഇതിന്റെ എന്തോ പറയാൻ വന്നതാ ഷെഫ്? ഇതിന്റെ പശപ്പൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കുക. ഓക്കെ, നല്ല മണമാണ്. വേണ്ട സാധനങ്ങൾ തേങ്ങ, കറിവേപ്പില, മുളക് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്താ അമ്മ വേണ്ടേ? പിന്നെ കടുക് താളിക്കുക, അത്രയല്ലേ ഉള്ളൂ. എളുപ്പമാണ് ആക്ച്വലി, അല്ലേ? വേറൊന്നും വേണമെന്നില്ല. ഇത് ചൂടാക്കി കഴിഞ്ഞ് ഇനി ഇതൊന്ന് വേവിക്കണം. അതാണോ ഇനി ചെയ്യാൻ പോകുന്നത്? വേവിച്ചിട്ട് പിന്നെ നമുക്ക് കടുക് ജസ്റ്റ് വെള്ളത്തിലിടുക അല്ലേ? ഇല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും അല്ലേ? മനസ്സിലായില്ല. അതെ, നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. യെസ്, അത്യാവശ്യം വെന്തിട്ടുണ്ട്, കുഴഞ്ഞിട്ടില്ല. അത്ര വെന്താൽ മതി. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് മാറ്റിക്കൂടായിരുന്നു അമ്മ? ഇല്ലെങ്കിൽ അത് കൂടുതൽ വെന്തിട്ട്. ഓക്കെ, സോ ഇവിടെ അടുത്ത് ഇത് നമ്മുടെ ചെറിയ കടായി വെച്ചിട്ടുണ്ട്. അതിനകത്ത് അമ്മ എണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഇതിങ്ങനെ അടച്ചു വെച്ചാലേ കടുക് തെറിച്ച് എല്ലായിടത്തും ആകത്തില്ലല്ലോ, അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. യെസ്, അപ്പോൾ കടുക് ഇതാവാതിരിക്കാൻ അമ്മയുടെ ഇത്, അതിനകത്ത് കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില. ഓക്കെ, വേറെ ഒന്നും ഇടണമെന്നില്ല. പിന്നെ 2 കുരുമുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി ഇത്. യെസ്, അമ്മയുടെ ഷെഫ് വന്നു. ഷെഫ് അവന് ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഇതിനൊക്കെ. ഞാൻ പാചകം ചെയ്യുമ്പോഴൊക്കെ വന്ന് നോക്കും. എന്നിട്ട് ചോദിക്കും, അമ്മമ്മ അതിലെന്താ ഇടുന്നത്, ഇതിലെന്താ ഇടുന്നത്, എന്തൊക്കെ ചേർക്കുന്നത് നോക്കുന്നുണ്ടോ? ഭയങ്കര ഇഷ്ടമാണ്. യെസ്, അതിനിടയ്ക്ക് അമ്മ അത് ഇതിനകത്തിട്ടു. ഒന്ന് പൊക്കി കാണിക്കമ്മ. വേണ്ട, തെറിച്ച് വീഴണ്ടല്ലോ, വേണ്ട. കുരുമുളക് പൊടി യെസ് ഇട്ടോളൂ. ഓ, കുരുമുളക് പൊടി അമ്മ ഋഷിനെ കൊണ്ട് ആ തേങ്ങ ഇടിപ്പിക്കണ അമ്മ. ഇനി അമ്മ ആ പരിപ്പിട്ടു. അമ്മ അസിസ്റ്റന്റ് ഷെഫാണ്. അവനാ ഷെഫ്. ഷെഫാവുമെന്ന് എനിക്ക് സംശയമാണ്. ഇപ്പൊ അങ്ങനെയൊക്കെ വിചാരിക്കും. ഭാവിയിൽ എന്താ സംഭവിക്കുന്നത് ദൈവത്തിനറിയാം. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീഡിയോ ഒക്കെ കണ്ടിട്ട് അവൻ പറയുന്ന കേട്ടില്ലേ, മുളക് പൊടി, പൊടി, അത് ഇത് ഒക്കെ അവര് പറഞ്ഞതിന്. ഫിറോസിക്കയുടെ ഫാനാണ്. ഇനി ഉപ്പിടും. എന്തിനാ ഋഷിക്ക് ഉപ്പ്? ഈയിടെ ഉപ്പ് കഴിച്ചാ ബുദ്ധി പോകും കേട്ടോ. കൂടുതൽ ഉപ്പ് കഴിച്ചാ ബുദ്ധി പോകും. അതിന് ഇളക്കണം നല്ലപോലെ. പരുവത്തിന് വെന്തിട്ടുണ്ട്, അത് കണ്ടോ? ഇത് യെസ്, ഇനി അതിനകത്ത് തേങ്ങ ഇട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം.
ആവിയിലങ്ങ് വെന്തോളും. ഇനി നമുക്കത് പ്രസാദമായിട്ട് വെക്കാം. അത് പ്രസാദമായിട്ട് അവിടെ വെച്ചു അമ്മ. ഇനി അമ്മ വിളക്കത്തിക്കാൻ പോവാണേ, ആർത്തി കാണിക്കാൻ പോവാണേ. സാരില്ല സാരില്ല, ഇന്ന് മണി വേണ്ട. ഇത് ദേവാബുവിനെ കാണിച്ചോ. ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സഹായിച്ചതിന് താങ്ക് യു. ഇനി അടുത്ത വീഡിയോ ആയി നമ്മൾ കാണുന്നവരെ ടാറ്റ ബൈ ബൈ പറയൂ എല്ലാവരോടും. സീ യു. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നൊക്കെ പറ അമ്മ. ശ്വേതയുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.